ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെൻറ് 10 വർഷത്തെ ഈ ഭരണം, ആ ഭരണത്തിൻ്റെ ഒറ്റ ഒരു ഉൽപ്പന്നമാണ് കേരളത്തിലെ ഈ മതസൗഹാർദ്ദം. ഒരു സംശയം വേണ്ട. ഇവിടെങ്ങാനും UDF അധികാരത്തിൽ വന്നാൽ ചില്ല് കൊട്ടാരം പോലും തകരുമെന്ന് എഴുതി വെച്ചു. പിന്നെ ഒരു സെക്കുലർ ഫോഴ്സ് തിരിച്ചു വരുന്നതിനെ പറ്റി പോലും ആലോചിക്കാൻ ബുദ്ധിമുട്ട് വരും. ഞാൻ പറഞ്ഞുകൊണ്ട് നാളെ ഞങ്ങൾ വരുത്തുന്നതല്ല, ഞങ്ങൾ അധികാരത്തിൽ വരും. പക്ഷേ ഇടതുപക്ഷത്തിന് ക്ഷീണം സംഭവിച്ചാൽ വരാൻ പോകുന്നൊരു അപകടം, ഇപ്പോഴുള്ള മതേതരത്വത്തെ ചില്ല് കൊട്ടാരം പോലെ തകർന്നു, പൊട്ടിത്തകരും. കാരണം മതഭ്രാന്ത് വളർത്തിയെടുത്ത് അതിലൂടെ രാഷ്ട്രീയ ലാഭം നേടാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ കോൺഗ്രസ് നേതൃത്വം റീതിങ്ക് ചെയ്യണം. ഞാൻ പറയുന്ന പൊളി പ്രശ്നമാണ്. ഒന്നാമത് ഈ സതീശനെ കയറൂരി വിടരുത്. കേരളത്തിൽ നിന്ന് ഏറ്റവും വലിയ വർഗീയത പറയുന്ന നേതാവ് ആരാന്ന് ചോദിച്ചു, ഒറ്റയാളേ ഉള്ളൂ, VD സതീശൻ. അദ്ദേഹത്തിൻ്റെ ഈ ജാഥ നിങ്ങൾ മൊത്തം അദ്ദേഹത്തിൻ്റെ പ്രസംഗം എടുക്കണം. വൈകാരികമായിട്ടാണ് ആളുകളെ ഇളക്കുന്നത്. അദ്ദേഹം പറയുന്ന മതേതരത്തെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു കോൺഗ്രസ് നേതാവ് അങ്ങനെ പ്രസംഗിക്കുന്നുമില്ല. എന്തിനാണ് അദ്ദേഹം ഇങ്ങനെ പർപ്പസ്ഫുള്ളായിട്ട് അദ്ദേഹം പ്രസംഗിക്കുന്നതെന്നറിയോ? കേരളത്തിലെ മൈനോറിറ്റിക്കിടയിൽ ആഭ്യന്തര പ്രശ്നം ഉണ്ടാക്കി ഭൂരിപക്ഷ വർഗീയതയ്ക്കെതിരായിട്ട് അവരെ നിലനിർത്തി ആ വോട്ട് കൊണ്ട് സ്വാധീനിക്കണം. ഇതാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നയം. പക്ഷേ എന്താ അപകടം എന്നറിയോ? കോൺഗ്രസിൻ്റെ കയ്യിൽ നിൽക്കില്ല.